ഹലോ എല്ലാവർക്കും വെൽക്കം ടു ദ വ്ലോഗ്. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ വണ്ടി കഴുകലാണ് കേട്ടോ. പണ്ട് ഈ വണ്ടി മേടിച്ച സമയത്ത് ഞാൻ ആഴ്ച കഴുകുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ കുറഞ്ഞ് രണ്ടാഴ്ചയോ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് അഴുക്ക് പറ്റുമ്പോൾ മാത്രം കഴുകുന്നൊരു ശീലമായി. അന്നേരം ഇനി അടുത്തൊരു ദിവസം സിറ്റ് ഔട്ട് കഴുകലാണ് കേട്ടോ. രാവിലെ തൈറോയിഡിൻ്റെ ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ട് നേരെ വന്നിട്ട് സിറ്റ് ഔട്ടൊക്കെ തേച്ച് വൃത്തിയാക്കി ഇട്ടുക. തേച്ചെന്ന് വെച്ചാൽ നല്ല തേച്ച് കഴുകുകയാണ് കേട്ടോ. അവിടെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളും ഒക്കെ ആയി. പിന്നെ നമ്മുടെ ചെടിച്ചട്ടിയൊക്കെ വെക്കുന്നതുകൊണ്ട് കുറച്ചൊരു പായലൊക്കെ ആയി. അപ്പോൾ അത്യാവശ്യം നല്ല വർക്കൗട്ടൊക്കെ രാവിലെ കഴിഞ്ഞു. അപ്പോൾ രാവിലത്തെ എൻ്റെ എക്സസൈസ്, പിന്നെ എൻ്റെ ഒരു ഫുഡ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ബ്രെഡും ജാമും. കുറേ കാലമായി ബ്രെഡ് ജാം ഇങ്ങനത്തെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയും വേണമല്ലോ, നമുക്കൊരു റെസ്റ്റും ഒക്കെ വേണമല്ലോ. വീക്കെൻഡ്സാണ് ശരിക്കും റെസ്റ്റിംഗ് ടൈമെന്ന് പറഞ്ഞാലും വർക്കിംഗ് വുമൻസിനെ സംബന്ധിച്ച് വേണ്ടേ ഈ കഴുകൽ, ഈ ബാക്കിയുള്ള പരിപാടിയൊക്കെ ആകുമ്പോൾ വീക്കെൻഡ്സും അത്യാവശ്യം ഹാർഡ് വർക്കിങ്ങിൻ്റെ ഒരു ഡേ ആണ്. പിന്നെ എനിക്ക് ഈ വർക്കൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ആരും ഇല്ലാത്തതുകൊണ്ട് എല്ലാം സ്വന്തമായിട്ട് ഓർഗനൈസ് ചെയ്ത് ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് നമ്മുടെ തലയ്ക്ക് മീതെ ഉണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ആവേശം നമുക്ക് കൂടും. എസ്പെഷ്യലി നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു വീട്ടിൽ താമസിക്കാൻ നേരം വേറെ ആരും തന്നെ ഇല്ല ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ബോധ്യമാണ് പലപ്പോഴും നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഒരു എന്താ പറയുക ഒരു ബൂസ്റ്റർ. ഇതാണ് രാവിലെ സാത്തിക്കുട്ടിയുടെ തുണികളും ഒക്കെ കഴുകി ഞാൻ സ്റ്റോർ റൂമിലാണ് കേട്ടോ ഇട്ടേക്കുന്നത്. ഇത് മല്ലി കുറച്ച് ഞാൻ മല്ലിപ്പൊടിക്കുന്നതെന്ന് വിചാരിച്ചാൽ കഴുകി ഇത് കണക്ക് വറുത്ത് മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടോണ്ട് കുറച്ച് ക്വാണ്ടിറ്റിയുടെ ആവശ്യമേ ഉള്ളൂ. അന്നേരം ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ കറിയും ചോറുമാക്കി. അപ്പോൾ ഉച്ചത്തെ എൻ്റെ ജോലിയൊക്കെ ഇത്രയേ ഉള്ളൂ. ഒരു കൂട്ടം കറി അത്രയൊക്കെയാണ്, ചിലപ്പോൾ 2 കൂട്ടം കറി അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ ജോലി ഒക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി കുറച്ച് ഔട്ടിങ് പ്ലാനിങ് ഉണ്ട് കേട്ടോ. ഇപ്പം ഇത് റീസെൻ്റ്ലി ഉള്ള വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഇത് എന്നും എടുത്തു വെച്ച വീഡിയോ ആണ് ഒരിക്കൽ. അപ്പം അത് എഡിറ്റ് ചെയ്യാനുള്ള സാവകാശം എനിക്ക് കിട്ടിയിട്ടില്ല. അതായത് ക്രിസ്മസ് ട്രീ മേടിച്ചുകൊണ്ട് വന്നത് സെറ്റ് ചെയ്യുന്ന സമയത്തും ഇത് മേടിക്കാൻ പോകുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് തിങ്ങാണ് ഈ ഒരു സംഭവം, ഈ ഒരു മെഴുകുതിരി. ഇത് ചുമ്മാ ലൈറ്റ് കത്തിയിട്ട് ഇതൊന്ന് കാണണം കേട്ടോ. ഭയങ്കര ഒരു ദൈവീകത എന്നൊക്കെ പറയത്തില്ലേ, അതേ കണക്ക് നല്ല രസമാണ് ഇത് കാണാൻ തന്നെ, നല്ല ലുക്കാണ്. ജസ്റ്റ് ₹35. അപ്പോൾ അതിൽ 35 റുപ്പീസിന് ഇതിനപ്പുറം ലുക്കൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നേരം ഞാനും ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു, സാത്തി ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുട്ടി സാധനങ്ങൾ വാങ്ങുന്നത് ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എനിക്ക് ഇടയ്ക്ക് ഇതൊക്കെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ മേടിച്ച് കൂട്ടുന്ന ഒരു ആളൊന്നുമല്ല. പിന്നെ ഇതെൻ്റെ ജേണലാണ്. ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ എഴുതുന്നതെന്ന് വെച്ചാൽ കുറേ പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് ഗ്യാസ് ഏജൻസി പോകണമായിരുന്നു, അത് ഏതെങ്കിലും വീക്കെൻഡ്സിലേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ചെയ്യണം. പിന്നെ ഇവിടെ ഇൻവേർട്ടറിൻ്റെ സർവീസിങ് ടൈമായി, അപ്പോൾ അതിന് വിളിക്കണം. പിന്നെ 1-2 ഇതേ കണക്കത്തെ എന്താ പറയുക മടിയുള്ള സാധനം, ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുന്ന സാധനങ്ങളൊക്കെ എഴുതി വെച്ചാൽ മാത്രം നടക്കും. എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ എഴുതുന്ന സമയത്ത് അത് റിപ്പീറ്റ് ചെയ്യുകയാണ്. പിന്നീട് അത് വായിക്കാൻ നേരം പലതവണ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് ലോ ഓഫ് മാനിഫെസ്റ്റേഷനിൽ എല്ലാവരും എഴുതി 33 പ്രാവശ്യം 100 പ്രാവശ്യം എത്രയൊക്കെ പ്രാവശ്യം എഴുതി കാര്യങ്ങൾ സാധിക്കുന്നത്. ഒരു കാലത്ത് ഞാൻ ഇതേ കണക്ക് ഡയറിയിൽ കംപ്ലീറ്റ് എഴുതിയായിരുന്നു കേട്ടോ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നത്. ഇത് ഞാനും സാത്തിയും കൂടെ വേണ്ട ഈ അപ്പൂപ്പൻ്റെ അടുത്തേക്ക് പോയതാണ്, ഈ KFC അപ്പൂപ്പൻ്റെ. ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കിയതാണ്, പക്ഷെ അവിടെ ഒട്ടും തന്നെ ലൈറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു രസമില്ല. ഇത് ഡ്രീം മോളാണ് നമ്മുടെ കൊട്ടിയത്ത്. അവിടെ വർക്ക് നടക്കുന്ന സമയത്താണ് ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഒരു തിയേറ്റർ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളായിരുന്നു, ബാക്കി ഒന്നും ഓപ്പൺ അല്ലായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഡ്രീം മോളിൽ തിയേറ്ററുണ്ട്, എല്ലാവരും സിനിമയും കാണാൻ പോകുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഒരു 2-3 മണിക്കൂർ ഇങ്ങനെ തിയേറ്ററിൽ കയറി സ്റ്റക്കായിരിക്കുന്നു, അല്ലെങ്കിൽ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മൂവി നമ്മൾ കാണാൻ പോകണം. അന്നേരം എനിക്കിപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് മൂവി ആയിട്ട് ഒന്നും തോന്നാത്തതുകൊണ്ട് തന്നെ ആ തിയേറ്ററൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന സ്ഥിതിക്ക് ചെന്നൊന്ന് കാണണം. ഇനി ഈ കഴിഞ്ഞ 19-ാം തീയതി ആയിരുന്നു അവിടെ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉദ്ഘാടനം. ഞങ്ങൾ പോയി കേട്ടോ, ഞാൻ ഈ ഡബ് ചെയ്യുന്ന ആ ദിവസം ഞാൻ പോയി. എൻ്റെ അമ്മോ എന്തൊരു തിരക്കായിരുന്നു എന്നറിയാമോ, ഒരു രക്ഷയില്ല. അങ്ങനെ കുറച്ച് വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ, അത് ഞാൻ അടുത്ത വ്ളോഗിൽ ആഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ, അപ്പം ഞങ്ങൾ ഇതാണ് ഡ്രീം മോൾ. അപ്പോൾ അവിടെയൊക്കെ ആ ഫ്രണ്ടിലിരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇത് എവിടേക്കോ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് വരികയാണ്.
അതെ, വീക്കെൻഡ്സിൻ്റെ മെയിൻ എൻ്റെ ഒരു ഇതെന്ന് വിചാരിച്ചാൽ ഒന്നാമത് ഇവർക്ക് വെക്കേഷനായിട്ട് ഇവിടെ ഞാൻ എവിടെയും കൊണ്ടുപോകാറില്ല. അന്നേരം എൻ്റെ കൂടെ ഇതേ കണക്ക് ഷോപ്പിങ്ങിനും കൊച്ചിനെ കൊണ്ടുപോകുന്നത് മാത്രമാണ് എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ്. ഇത് വണ്ടി ഞങ്ങൾ കുറച്ചങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ചില സമയം ഒന്നാമത് കൺസ്ട്രക്ഷൻ വർക്കും കൂടെ നടക്കുന്നതുകൊണ്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. 2 വീലർ കുഴപ്പമാണ്, 2 വീലർ അത്ര പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാനിങ്ങനെ എൻ്റെ ഒരു സൗകര്യം നോക്കി സൈഡിലോട്ടും. ഇത് ഞങ്ങൾ വേറൊരു ഷോപ്പിൽ വന്നിട്ട്, നമ്മൾ സിംലയിൽ വന്നിട്ട് അവിടെ എനിക്കുണ്ടല്ലോ ഈ ആർട്ടിഫിഷ്യൽ ഈ ഗ്യാരണ്ടി ഗോൾഡിലെ ഇയറിങ്സ്, അതാണ് ഞാൻ മെജോറിറ്റിയും യൂസ് ചെയ്യുന്നത്. പല പല ഫാഷനിലുള്ളത്. ഇതൊക്കെ ശരിക്കും ഡയമണ്ട്സ് കിട്ടുകയാണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. ആ പല പല ഫാഷൻസിലുള്ളത് മേടിക്കുക. അത് ഞാൻ 1 വർഷം വരെയൊക്കെ യൂസ് ചെയ്യും. ഞാനിപ്പോഴും കുറേ കാര്യങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുന്നു. ഇത് ക്രിസ്മസ് ടൈമിൽ ഫസ്റ്റ് ഞങ്ങൾ സിംലയിൽ പോയപ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ. ഈ ഒരു സംഭവം ഒരു 2 ആഴ്ച എന്തെങ്കിലും ഷോപ്പിൽ ചെന്നപ്പം ഒന്നുമില്ലായിരുന്നു. ഒന്നെന്ന് വെച്ചാൽ ഒരു സിംഗിൾ പീസ് പോലും ഇല്ലായിരുന്നു. ഈ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഒരു ഇതിൽ മാത്രം ഷോപ്പിംഗ് വീഡിയോ ആയിട്ട് മാത്രം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ആ ഒരു ദിവസം ഡിസംബർ 1 ആയിരുന്നെന്ന് തോന്നുന്നു. അപ്പം അവിടെ നിന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ചൊക്കെ സെലക്ട് ചെയ്ത് കണ്ടു. ഇത് എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നെന്നറിയാമോ. 1-2 ഞങ്ങൾ പിന്നെ മേടിക്കാമെന്ന് പറഞ്ഞ് കണ്ടുവച്ചിട്ട് പോയി. പക്ഷേ അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഈ ഷോപ്പിലേക്ക് വന്നപ്പോൾ ഒന്നുമില്ലായിരുന്നേ. എല്ലാം നമ്മൾ പറയത്തില്ലേ ഈ തിരിവ് സാധനങ്ങളെന്താ, ആർക്കും വേണ്ടാത്ത സാധനങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ക്രിസ്മസിൻ്റെ സാധനങ്ങൾ കഴിഞ്ഞ് നമ്മുടെ പുല്ലിച്ചിറ പള്ളിയിലോട്ടാണ് പോയത്. അപ്പോൾ കഴിഞ്ഞ വ്ലോഗിൽ എല്ലാവരും പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞില്ലേ, കണ്ടില്ലേ, അതിന് മുമ്പുള്ള വീഡിയോ എടുപ്പാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് വെക്കണം. ഈ ഒരു സമയത്ത് ഞങ്ങൾ ഇവിടെ ചുമ്മാ വന്നിരിക്കും. ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് ഇവിടെ കായലിൽ വെറുതെ വരും. പിന്നെ ആ വെള്ളത്തിനകത്തൊരു വെള്ള സാധനം കണ്ടില്ല, അത് ചോറിട്ട് കൊടുക്കുന്നതാണ് ആൾക്കാർ മീനെ കാണാൻ വേണ്ടി. എന്താണെന്ന് പറഞ്ഞുകൂടാ, ഈ പുറത്തുനിന്ന് വരുന്നവർക്ക് ഇതൊക്കെ വലിയൊരു എൻ്റർടൈൻമെൻറ്റാണ്. നമ്മൾ ഈ അടുത്തുള്ള ആൾക്കാർക്ക് അത്രയും വലിയൊരു എൻ്റർടൈൻമെൻ്റ് ഒന്നും അല്ലല്ലോ. ഇതാണ് കൊട്ടവഞ്ചി ഇവിടെ ജസ്റ്റ് ഒന്ന് കറക്കും. അപ്പം ഞാനിത് ഒരിക്കൽ കയറിയിട്ടുണ്ടോണ്ട് തന്നെ എനിക്കിത് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. കാരണം കുറച്ചൊരു ഏരിയയിൽ നമ്മൾ പോകുന്നുള്ളൂ. ജസ്റ്റ് ആ രൂപത്തിൻ്റെ അവിടം വരെ പോയിട്ട് നമ്മൾ തിരിച്ചു വരും. അങ്ങനെ ഭയങ്കര ഒരു എൻ്റർടൈനിങ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ സ്ലോപ്പിലാണ്, നമ്മൾ സ്ലോപ്പിൽ കൂടിയാണ് കായലിലോട്ട് വരുന്നത്. അത് തിരിച്ച് കയറാൻ പറ്റിയൊരു പാട് എനിക്കറിയാം. ശരിക്കും ഉണ്ടല്ലോ, ഈ ഓൺലൈൻ വർക്കൊക്കെ ചെയ്ത് നമ്മൾ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ ഏതാണ്ട് 3 കൊല്ലമായിട്ട് ഇരിക്കാൻ തുടങ്ങിയില്ലേ, അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ഇത് അമ്മ വന്നിട്ട് ഉണ്ടായിരുന്നു. അപ്പം സാത്തിക്ക് ഭയങ്കര ഭക്തിയാണ്. അപ്പോൾ അവളെ പാളയും കയറും ഉപ്പും, ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്കിടയ്ക്ക് സാത്തിക്കുട്ടി ഫുൾ ടൈം ഹോസ്പിറ്റൽ പാസ്സായിരുന്നു. പനിയും ജലദോഷമൊന്നും അല്ലല്ലോ അവളുടെ വിഷയം, എല്ലാം കുറച്ച് അധികം വിഷയങ്ങൾക്ക് ഇവക്കുണ്ട്. അതുകൊണ്ട് അതെല്ലാം മാറാൻ വേണ്ടി കുറച്ച് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കും. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അവൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൊച്ചുങ്ങൾ ഇത്ര ഭക്തി മാർഗത്തിൽ പോകാൻ നേരം നമുക്കതൊരു സന്തോഷമാണ്. ഇത് ഞാൻ അത്രയും വലിയൊരു ഭക്തിയൊന്നുമല്ല, പക്ഷേ ദൈവത്തിൽ ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നു എന്ന് കരുതി ഞാൻ ഫുൾ ടൈം പള്ളിയിലോ അമ്പലത്തിലോ അങ്ങനെയൊന്നും പോകുന്ന കൂട്ടത്തിലല്ല. പക്ഷേ ഫുൾ ടൈം പ്രാർത്ഥിക്കാറുണ്ട്. അതും നമുക്ക് ഏറ്റവും കൂടുതൽ എന്ത് കാര്യം എടുത്താലും നമുക്കൊരു ദൈവഭയം വേണമെന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആരാ നോക്കണമെന്ന് ഞാൻ ആലോചിക്കും. ഇത് വേറൊരു ഫാമിലി അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. നമ്മളിത് ചുമ്മാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ഇവിടെ വന്നിരിക്കാൻ നേരം മനസ്സിനെന്തോ വല്ലാത്തൊരു ശാന്തതയാണ്. കാരണം വേറൊന്നും നമ്മുടെ ലൈഫിൽ അങ്ങനെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടിരിക്കാനോ, ചില സമയം വിചാരിക്കും ഇവളായിട്ട് വലിയ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യണമെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, അതൊന്നും നടക്കുന്നില്ല. നമുക്ക് വീട് കുറച്ച് സ്ഥലങ്ങളിൽ കറങ്ങാം, അത് മാത്രമേ എൻ്റെ ലൈഫിൽ ഇപ്പം നടക്കുന്നുള്ളൂ. എന്തെങ്കിലും ഒരു കാലത്ത് ഞങ്ങളിങ്ങനെ കുറച്ച് ദൂരമൊക്കെ പോകണമെന്ന് വലിയ ആഗ്രഹമാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ലോഗ് ഈ ഒരു ഹെൽത്തി ടിപ്പോട് കൂടി അവസാനിപ്പിക്കുകയാണ്. കാരണം ഇത് ചെറിയൊരു വ്ലോഗാണ്. ഞങ്ങളുടെ ഒരു ദിവസം ഫുള്ള് എന്ന് പറയാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ചെറിയൊരു ദിവസത്തിൽ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് വെച്ചാൽ രാത്രിയല്ലല്ലോ വൈകുന്നേരം ആയപ്പം കുക്കുംബറും ടൊമാറ്റോയും അതിൻ്റെ കൂടെ കുറച്ച് നെല്ലിക്കയും ഉപ്പും നാരങ്ങനീരും എല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു അടിപൊളി സലാഡ് ഉണ്ടാക്കി കഴിക്കുന്നതാണ്. നമ്മൾ സ്നാക്സൊക്കെ കഴിച്ച് ആകെ കൂടി ഒരു ബുംബും ആയിട്ടിരിക്കാൻ തരാം. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സൈഡ് ഡിഷ് കണക്ക് ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇതിൻ്റെ എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ കൊറിയൻ വ്ളോഗ്സാണ്. അതിനകത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഫുൾ അവർ ഇതേ കണക്ക് വെജിറ്റബിൾസാണ്. ഒരു ചെറിയൊരു മീറ്റ് ഇടുകയാണെങ്കിൽ അതിന് ചുറ്റും വെജിറ്റബിൾസും കുറേ ലീഫുകളാണ്. അതുകൊണ്ടാണ് അവർക്ക് ഭയങ്കര ഗ്ലോയിങ് ഗ്ലാസ് സ്കിന്നൊക്കെ കിട്ടുന്നത്. അപ്പം നമ്മളിത് ആഴ്ച ഒരു ദിവസമെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുന്നില്ലേ. അതൊരു സാധനത്തേക്ക് ഇത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങളൊരു ദിവസം വൈകുന്നേരം ആയപ്പം
എത്തി ഞങ്ങളിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി എൻ്റെ ഈ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.